ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ശിവരാത്രി ചെയ്തുകൊണ്ട് നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്. ബൈക്കിലാട്ടോ പോണത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് പോകണം. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സാവധാനം പതുക്കെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഇപ്പം നമ്മൾ കുട്ടി തണുപ്പ് തട്ടാതാക്കാനാട്ടോ നമ്മളിങ്ങനെ വെച്ചിരിക്കുന്നത്. അതിന് ഭയങ്കര വാശി ചെയ്യുന്നു ഫോണിൽ. അപ്പോൾ അവൻ്റെ തന്നെ എടുത്തു. ഇത്രയും നേരം വീഡിയോ എടുക്കാനായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് മടിയായി. ഇപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര പൂവുകൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ദീപങ്ങളൊക്കെ കൊളുത്തി. എന്ത് രസം കാണാൻ. അപ്പോൾ വീഡിയോകളൊക്കെ ഇപ്പോൾ നമ്മൾ മുമ്പിലെത്തിയിട്ടുണ്ട്. ബാക്കിലാട്ടോ പരിപാടിയൊക്കെ. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ നടേനെ മുമ്പിലെത്തിയിട്ടുണ്ട്. പൂവുകൊണ്ടൊക്കെ അലങ്കരിച്ചിട്ട് ഇത് നമ്മുടെ കനകാട്ടാണ് കേട്ടോ. ഡാൻസ് ഇത് ഞങ്ങൾ ആകെ ടെൻഷൻ അടിച്ചിരുന്നു വീഴുമോ ഓക്കെ. പക്ഷെ ഒരു വീണില്ല കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പാട്ട് ഞങ്ങൾ ഇടാത്ത കോപ്പിറൈറ്റ് വരുമെന്ന് പേടിച്ചിട്ടാട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് ഒരട്ടം കിട്ടിയതാണ്, അതുകൊണ്ടാണ് നല്ല രീതിക്ക് പോണത്. പിന്നെ ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ചൊരു ഡാൻസ് ആയിരുന്നു. നമ്മൾ വേറെ കുറേ ഡാൻസ് കണ്ടിരുന്നു, പക്ഷേ ഒന്നും വരാൻ പറ്റില്ല, കാരണം അത് സാധാരണ ഡാൻസ് ചെയ്യുന്നു. പക്ഷേ ഈ ഡാൻസ് കണ്ടത് ഫസ്റ്റ് ടൈം ആട്ടോ ഞങ്ങൾ ഈ ഡാൻസ് കാണുന്നത്. അതുകൊണ്ട് ഇവർ വന്നപ്പോൾ ഇതെന്താണെന്നൊക്കെ ആകെ ഒരു ഇതായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ ഡാൻസ്. ബാലൻസ് കുറേ പോകേണ്ടിയില്ല, പക്ഷെ അവർ കറക്റ്റായിട്ട് ചെയ്തു. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ കളിക്കണമെന്ന്, പക്ഷെ എനിക്ക് ബാലൻസ് ഇല്ല. ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇത് അറിയണവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. നല്ല അടിപൊളിയായിട്ട് ഇവർ കളിക്കുന്നുണ്ട്. ഇത് പഠിപ്പിച്ചവർ ഈ ഡ്രസ്സൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മാച്ചിലെ കോസ്റ്റ്യൂം, അതിൻ്റെ കൂടെ ഡെക്കറേഷനിലെ കുടം. ഇത് വെള്ളമാണോ എന്തോ. അടിപൊളി കോസ്റ്റ്യൂം, അതിൻ്റെ കൂടെ ചിയറിങ്ങിൻ്റെ സംഭവങ്ങളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇത് കളിക്കണത് സമ്മതിക്കണം. ഇത് പഠിപ്പിച്ച ട്രെയിനറിനെയും ആഗ്രഹം ഉണ്ടായിരുന്നത് എവിടെന്നാണ് പഠിച്ചതെന്ന് ചോദിക്കാം, പക്ഷേ ആ സമയത്ത് പറ്റിയില്ല. ചിയറിങ് ഡാൻസ് പോലെ ഉണ്ട്. കനകാട്ടാണോ ചിയറിങ് ഡാൻസ് ആണോ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കുടം തലയിൽ വെച്ച് ചിയർ ഡാൻസ് കളിക്കാമെന്നാട്ടോ ആദ്യം ഞങ്ങൾ കരുതിയേനെ. പക്ഷെ പിന്നെ മനസ്സിലായത് ഇത് കനകാട്ടാണെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ വീഡിയോ നിർക്കാൻ നിന്നില്ല, ഞാൻ കണ്ടു. ഞങ്ങൾക്ക് ബാക്കി ഡാൻസൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ കുട്ടി കാരണം കൊണ്ട് കേട്ടോ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ ഫുൾ വീഡിയോയും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടിയായിരുന്നു. പക്ഷെ അവൻ സമ്മതിച്ചില്ല, വാശിയായിരുന്നു. പിന്നെ പാറുവിനുണ്ടായിരുന്നു ചെറിയ വാശി, സാധനം വാങ്ങണം. വരുന്ന വഴിക്ക് എല്ലാതും കണ്ടിരുന്നു. അപ്പം ഇത് കാണാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അടിപൊളി ഡാൻസ്. ഞാൻ ചിന്തിച്ചിരുന്നു ആ കുട ഒന്ന് താഴേക്ക് വീടെങ്കിൽ കർട്ടൻ താഴും. അത് സമ്മതിക്കണം. കുട്ടികളുടെ ഡാൻസും വലിയൊരു ഡാൻസും തിരുവാതിര ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ. ഈ ഡാൻസ് ഞങ്ങൾ പോയത് പൂക്കോട്ടുംപാടം വില്ലൂത്ത് അമ്പലത്തിലാട്ടോ. ആ കുടം മാറ്റി അത് സാധാരണ ഡാൻസായി മാറൂല്ലേ. അപ്പം നമ്മൾ പാറുവിൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തെത്തി. അപ്പം എന്തായാലും ഇവിടെ എത്തി എന്തെങ്കിലും വാങ്ങിയിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കുറേ നോക്കി. പാറുവിന് ഹൈഡ്രജൻ ബലൂണോ കുട്ടികളുടെ സാധനങ്ങളാണ് ഇഷ്ടം.
ശരിക്ക് വല്ല വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കണം എന്നായിരുന്നു ആഗ്രഹം. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും പിടിക്കാൻ വന്നതാണ്. കാരണം എന്ത് കാണണം അതൊക്കെ വേണം, പക്ഷേ പൈസ വേണ്ടേ. അപ്പം ഞങ്ങൾ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് ഫാൻസി പ്രൊഡക്ട്സ് വാങ്ങി. പിന്നെ ഞങ്ങളുടെ പുതിയൊരു സംഭവമായിട്ട് വാങ്ങി, ഒരു വാട്ടർ കളർ ബുക്ക്. നമ്മൾ വാട്ടർ യൂസ് ചെയ്ത് കളർ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കുട്ടിക്ക് ഒരു ടോയ് വാങ്ങി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ടേക്ക് നമ്മൾ തിരിച്ചു പോണ വഴി കേട്ടോ. പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ബൈക്ക് എടുക്കാനായിട്ടോ പോണത്. അല്ല, ഒന്ന് കാണിക്കാൻ മറന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങി കഴിച്ചിരുന്നു. നമ്മളുടെ നല്ല അടിപൊളി കുറച്ച് ഫോട്ടോസ് ഉണ്ട്, സ്റ്റൈലായിട്ട് സ്റ്റൂളും മുലൊക്കെ ഇരിക്കണേ. അപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടനകത്ത് അപ്പോൾ ഇവനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്പാടിക്കുട്ടൻ എന്നാട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ പിന്നെ ഓർമ്മിക്കുന്നുണ്ട്, ഇത് നമ്മുടെ സ്വന്തം അമ്പാടിക്കുട്ടനാട്ടോ. ഇവർ ശരിക്കുള്ള പേര് യാശ്വിൻ. ഓക്കെ, ബൈ ഗൈസ്.